ഈ പരാജയത്തോടുകൂടി എന്തോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ അവസാനിച്ചുപോയി എന്ന് ചിലർ കരുതുന്നുണ്ട്. അങ്ങനെയൊരു മതിപറന്ന ആഹ്ലാദ പ്രകടനം ചില വലതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഈ പരാജയം എല്ലാറ്റിൻ്റെയും അവസാനമാണ് എന്ന നിലക്ക് കാണേണ്ടതില്ല. ഇവിടെ LDF കേരളത്തിനകത്ത് ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട്. 102 സീറ്റ് എന്നത് അത് എന്തോ ഒരു വല്ലാത്തൊരു സംഭവമാണ് എന്ന തരത്തിലെടുത്ത് അതിൻ്റെ മേലെ ഇനി LDFന് ഒരു ഭാവിയും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിലേറുന്ന ആദ്യ നാളിൽ തന്നെ ശ്രീ AK ആന്റണി പറഞ്ഞ കാര്യം ഓർത്താൽ മതി. അദ്ദേഹം 100 സീറ്റുമായി അധികാരത്തിലേറിയ ആളായിരുന്നു. മാത്രമല്ല ഇനി LDF അധികാരത്തിലേറുന്ന പ്രശ്നമേയില്ല 100 വർഷത്തേക്ക് എന്നൊരു കാലപരിധിയും വെച്ചു അദ്ദേഹം. അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയതായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ. ഞങ്ങളെ എന്തുകൊണ്ട് ജനം ഇത്തവണ മാറ്റി നിർത്തി എന്ന കാര്യം ഞങ്ങളെല്ലാവരും വിശദമായി പരിശോധിച്ചു വരികയാണ്. ഞങ്ങൾക്കുണ്ടായ കുറവുകളോ ദൗർബല്യങ്ങളോ തെറ്റുകളോ അതെല്ലാം കൃത്യമായി കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളിതിൽ കണ്ടിട്ടുള്ളത്. അത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ്. ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ LDF ശക്തമായി തന്നെ തിരിച്ചു വരും എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ ഗവൺമെന്റിനുള്ള സമീപനം ഞങ്ങൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നടപ്പാക്കിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരു വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങളല്ല, വളരെ വിശദമായവയാണ്. അവ വിവിധ പദ്ധതികളായുണ്ട്, ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം ഈ സർക്കാരിനും നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ കണക്കാക്കിക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. നാടിൻ്റെ പുരോഗതിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്താങ്ങും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നാടിൻ്റെ താല്പര്യത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വിരുദ്ധമായ നടപടികളാണെങ്കിൽ ശക്തമായി തന്നെ അത് എതിർക്കുന്ന സമീപനവും സ്വീകരിക്കും. ഇതായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. നിങ്ങൾ നേരിടേണ്ടി വരുന്ന കാലം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഏതായാലും നിങ്ങൾ പല ഘട്ടങ്ങൾ കടന്നു വന്നവരാണ്. ആ കടന്നു വന്ന അനുഭവം നിങ്ങൾക്കുണ്ട്. ആ അനുഭവം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം വേണ്ടി വന്നെങ്കിൽ അതിനും നല്ല നിലക്ക് കരുത്തോടെ സന്നദ്ധരാവുക. ഒന്നിൻ്റെ മുന്നിലും വിറങ്ങലിച്ചു പോകേണ്ടതില്ല. എല്ലാറ്റിനെയും സധൈര്യം നേരിട്ടുകൊണ്ട് സംഘടനാ പ്രവർത്തനം കൂടുതൽ
ഊർജ്ജസ്വലതയോടെ നടത്തുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.